അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഈ ലോകത്ത്. ആ വിശ്വാസം നമ്മളുടെ കൈകളിലേക്ക് വന്നിട്ട് അതെങ്ങനെയാണ് ആ വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒന്നും നിങ്ങൾക്ക് പഠിക്കാനും പറയാനും കഴിയണില്ലെങ്കിൽ ദിക്റുകൾ ചൊല്ലാം. അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്. ഈ മൂന്നും നമ്മൾക്ക് ഇഷ്ടം പോലെ പറയാം. 1000, 2000, 10,000. നമ്മൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലും നമ്മുടെ വാക്കുകൾ കൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഉരുവിടാം. അങ്ങനെ നമ്മൾ ഉരുവിട്ട് കഴിയുമ്പോൾ എണ്ണം പെറുക്കാൻ പറ്റാത്ത വിധം, അതായത് എത്ര നമ്മൾ പറഞ്ഞു എന്നുള്ളത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അല്ലാഹു നമ്മളെ നേർവഴിയിലാക്കും. നമ്മൾ നേരായ വഴിയിലോട്ട് അല്ലാഹു വഴി നടത്തും. അതിൻ്റെ അനുഭവസ്ഥയാണ് ഞാൻ. എനിക്ക് ഇസ്ലാമിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് ഈ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുക എന്നറിയില്ല. എൻ്റെ കൂടെയോ എൻ്റെ പരിചയത്തിലോ ഉള്ള മുസ്ലിം സുഹൃത്തുക്കളൊന്നും എനിക്ക് ഈ മതം പഠിപ്പിക്കാൻ താല്പര്യം കാണിച്ചില്ല. പല ആളുകളുടെ അടുത്തും ഞാൻ സഹായം തേടി ചെന്നു, ആരും എനിക്ക് പറഞ്ഞു തന്നില്ല. ഇന്ന് ഞാൻ സ്വന്തമായിട്ട് പരിശുദ്ധ ഖുർആൻ വായിച്ച് 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 മനസ്സിലാക്കാറ്. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ ദീനിൽ ഞാൻ അടിയുറച്ചിട്ട് വിശ്വാസിയായിട്ട് നിലനിൽക്കുന്നത്. ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത് ഈ ലോകം സൃഷ്ടിച്ച റബ്ബിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ എന്നുള്ളതാണ്. വഴിതെറ്റിക്കാനായിട്ട് ഒരുപാട് സന്ദർഭങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടാവും. എന്ന് വെച്ചാൽ ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് ജാറ മൂടണമെന്ന് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിച്ച് ചിരട് കെട്ടാൻ പറയും. അങ്ങനെ ഒരുപാട് നമ്മളെ ഈ വിശ്വാസത്തിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തുന്ന ഒരുപാട് കാര്യങ്ങളും പരീക്ഷണങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വരും. പാടില്ല. ഒന്നിലും പിടികൊടുത്തേക്കരുത്. പരിശുദ്ധനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, മറ്റൊന്നിലും നമ്മൾ ആരാധിക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.